ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, നമ്മുടെ സഞ്ജു സാംസൺ തിരിച്ചു വരുന്നു. 24 റൺസ് എന്ന് പറഞ്ഞാൽ നിസാര സ്കോറൊന്നുമല്ല. ആ ഒരു സ്കോർ നല്ലൊരു തുടക്കം തന്നെ ആയിരുന്നു കേട്ടോ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 15 ബോളിന് 24 റൺസ്, 2 സിക്സ്, ഒരു 4 അടങ്ങിയ ഇന്നിങ്സ് തന്നെയായിരുന്നു. അതിന് പിന്നാലെ വന്ന ആൾക്കാരുടെ വെടിക്കെട്ട് പൂരം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സിംബാബ്വെക്കെതിരെ ഇന്ത്യ 72 റൺസിന്റെ ജയം ജയിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസും മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തോടുകൂടി നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സിംബാബ്വെ ആയിട്ടുള്ള കളി ജയിച്ചാൽ മാത്രം മതി. അതേപോലെ പിന്നീട് വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് നടക്കുന്ന ആ കളിയും കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. എന്തായാലും നമ്മുടെ സഞ്ജു 24 റൺസ് എടുത്തു, അഭിഷേക് 55 റൺ എടുത്തു, ഈശാൻ 38 എടുത്തു, സൂര്യകുമാർ യാദവ് 33, ഹാർദിക് പാണ്ഡ്യ 50, അതേപോലെ തിലക് വർമ്മ 44. എല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമയായിട്ട് കളിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ 72 റൺസിന് സിംബാബ്വെയെ പരാജയപ്പെടുത്തിയതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സിംബാബ്വെയുടെ ബാറ്റ്സ്മാൻ ബെല്ലറ്റിന്റെ ബാറ്റിംഗ് എടുത്ത് പറയണോട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ 97 റൺസ് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നല്ല രീതിയിൽ പൊരുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്കോർ എങ്ങാനും ചെറിയൊരു സ്കോർ ആയിരുന്നെങ്കിൽ 8ന്റെ പണി കിട്ടിയായിരുന്നു സുഹൃത്തുക്കൾ. അതിൽ യാതൊരു സംശയമില്ല. 250ന്റെ മുകളിലേക്ക് ആ സ്കോർ ഒന്ന് പോയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ജയിച്ചിട്ടുള്ളത്. അതേസമയം ഒരു 200, 190 ആയിരുന്നെങ്കിൽ കളി മാറിയിരുന്നു. ഒരു 4 ഓവറും കൂടി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരെ ഏകദേശം അടിച്ചെടുത്തായിരുന്നു. കാരണം വിക്കറ്റ് പോയിട്ടില്ല. ചെന്നൈ ചിദംബരം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വലിയ ടേണൊന്നും കിട്ടുന്നില്ല കേട്ടോ. വരുൺ ചക്രവർത്തിക്ക് 5ാമത്തെ ഓവർ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ബോൾ 6 അടിച്ചിട്ടാണ് വരുൺ ചക്രവർത്തിനെ സ്വീകരിച്ചത് തന്നെ. വരുൺ ചക്രവർത്തി നല്ല രീതിയിൽ ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പന്ത് അങ്ങോട്ട് ടേൺ ആവണില്ല. നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പൊന്നാര സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് അടിച്ചും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇന്ത്യക്ക് വരാൻ പോണ കളി എന്ന് പറഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ആയിട്ടാ. ആ കളിയിൽ നമ്മൾ ജയിച്ചാൽ നമ്മൾ നേരിട്ട് സെമിയിലെത്തും. പോയിന്റിന്റെ നിങ്ങൾ നോക്കിയാൽ പോയിന്റ് നല്ല രീതിയിൽ ഇന്ത്യക്ക് വ്യത്യാസം വന്നിട്ട് കേട്ടാ. സിംബാബ്വെയാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ നമ്മുടെ ഇന്ത്യയാണ്. ഫസ്റ്റ് സൗത്ത് ആഫ്രിക്ക 2 കളിന്ന് 2 വിജയം, പോയിന്റ് 2.89, 4 പോയിന്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റ് 2.89. അതേപോലെ വെസ്റ്റ് ഇൻഡീസ് 2 കളിന്ന് 1 വിജയം 1 തോൽവി, 1.791 അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇന്ത്യക്ക് 3 പോയിന്റായിരുന്നു മൈനസ്, ഇപ്പൊ അത് മാറി -0.1 ആയി. അതേപോലെ സിംബാബ്വെയുടെ നോക്കി കഴിഞ്ഞാൽ -4.475. അപ്പൊ അമ്മാതിരി ഒരു പരാജയത്തിലേക്കാണ് സിംബാബ്വെ പോയിട്ടുള്ളത്. ഇന്ത്യക്ക് ഇനി അടുത്ത കളിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ജയം ജയിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിലായാലും എന്ത് രീതിയിലാണെങ്കിലും ജയിക്കുക തന്നെ വേണം. ജയിച്ചാൽ മാത്രമേ ഈ സെമി എന്ന് പറയുന്ന ആ ഒരു കടമ്പയിലേക്ക് ഇന്ത്യക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, നേരെ അവരവരുടെ വീട്ടിലേക്ക് പോവാം. ഇപ്പൊ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളിയിൽ കല ഉടയ്ക്കരുത്. അവസാനം കല ഉടയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കണം നിങ്ങളൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സഞ്ജു സാംസൺ 24 റൺസ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ആ കൊടുത്തൊരു തുടക്കം, ആ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചിട്ട് കൊടുത്ത ആ ഒരു തുടക്കം ഉണ്ടല്ലോ, ആ തുടക്കത്തിൽ നിന്നാണ് ബാക്കിയുള്ള ആളുകളൊക്കെ വന്നിട്ട് പടയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടിയിട്ട് 10-40 റൺസിന്റെ പാർട്ട്ണർഷിപ്പ്, ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഇട്ടു. അത് നിസ്സാര കേസൊന്നുമല്ല. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഒരു 40 റണ്ണ് ഈ 2020 വേൾഡ് കപ്പ് പോലത്തെ ഒരു മത്സരത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ട് മുന്നുള്ള കളികളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി, അതിലൊക്കെ ഒരു മാങ്ങാത്തോലിയും ശരിക്കും രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. അതെ, പ്രഷർ ഉണ്ടായില്ല. ഇപ്പൊ ഇന്നത്തെ കളി നോക്കിയാൽ പ്രഷർ ഇല്ല. വരുന്ന ബാറ്റ്സ്മാൻമാർക്കൊക്കെ സുഖമായിട്ട് കണ്ണും പൂട്ടി അങ്ങനെ അടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ വിക്കറ്റ് പോയാലും കൂടി ഇന്ത്യക്ക് ഒരു 200-250 റൺസിന്റെ ഒരു ടാർഗറ്റ് സിംബാബ്വെക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഉള്ള ഒരു ജയം ഒന്നും ജയിച്ചിട്ട് കാര്യമില്ല. ജയിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ജയം ജയിക്കണം, അല്ലെങ്കിൽ പെടും. എന്താ പറയുക, വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മത്സരം അങ്ങനെ ടൈ ആയില്ല, മഴ പെയ്ത് മുടങ്ങി വിചാരിക്കും. എന്തായി ഇന്ത്യയുടെ കത്തിക്കൽ? എന്തായി? ഇന്ത്യ പുറത്താവും. ഇന്ത്യക്ക് ഇപ്പൊ തന്നെ നെറ്റ് റൺ റേറ്റിൽ താഴെയാണ് ഇന്ത്യ. അതാ പറഞ്ഞു, ജയിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ജയം ജയിക്കണം. തോൽക്കുമ്പോൾ ചെറിയ തോൽവിയെ തോൽക്കാൻ പാടുള്ളൂ, വലിയൊരു തോൽവി പോരുത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ ഇന്ത്യ 17 റൺസിന്റെ തോൽവി തോറ്റതാണ് ഇത്രയ്ക്കും മാത്രം പ്രശ്നം വന്നത്. അല്ലെങ്കിൽ ഈ പ്രശ്നവും പ്രഷറൊന്നും വരില്ലായിരുന്നു. പിന്നീട് ദക്ഷിണാഫ്രിക്ക കളിച്ച കളിയൊക്കെ നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്തു. വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെക്കെതിരെ ജയിച്ചത് പടുകുറ്റ ഒരു ജയമായി പോയി. അതൊക്കെ ഇന്ത്യക്ക് പ്രശ്നമായി. എന്തായാലും കൂടുതൽ പറഞ്ഞിട്ട് ഇതാക്കണില്ല. നമ്മൾ ക്രിക്കറ്റിന്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പുതിയ വീഡിയോയിൽ വരാം. ഇന്ത്യ ജയിച്ചതിൽ വളരെ 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 സന്തോഷം.